ിൻ്റെ ഒരു പ്രത്യേകത മാതാപിതാ ഗുരു ദൈവം എന്നുള്ള സ്റ്റൈലിലാണ് കവിത പോയിരിക്കുന്നത്. പിന്നെ ഒട്ടുമിക്ക പ്രമുഖ ആളുകളുടെയൊക്കെ കവിതകൾ അവരെക്കുറിച്ച് പുകഴ്ത്തിയും അവരെക്കുറിച്ച് വാഴ്ത്തിയും പാടിയ ഗാനങ്ങൾ എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ എഴുതി പേര് കിട്ടാനാണ് ആളാവാനാണെന്നാണ്. പക്ഷേ അദ്ദേഹം അത് എഴുതിയിട്ട് അത്രയോ വില കൊടുത്ത് ഒരു ഫ്രെയിം ചെയ്ത് അവരുടെ വീട്ടിലോ അവരെത്തുന്ന ഒരു സ്ഥലത്തോ പോയിട്ട് എല്ലാം കൈമാറി ഫോട്ടോ പോലും അധികം എടുക്കാതെ മാറിപ്പോവാണ്. വളരെ കുറച്ച് ഫോട്ടോയും കുറച്ച് കാര്യങ്ങളെ ഉള്ളത് ഒഴിച്ചാൽ ബാക്കി എത്ര ആളുകൾക്കാണ് ഇതുപോലെ കവിത കൊടുത്തതെന്ന് അറിയില്ല. അത്തരം കുറേ മഹത് വ്യക്തികളെ കുറിച്ചുള്ള കവിതകളും പിന്നെ കുറച്ച് അല്ലാത്ത കവിതകളൊക്കെ ആയിട്ടുള്ള ഒരു ഹൈക്യൂ കവിതകളും ഒക്കെയുള്ള ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത്, ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിയാണെങ്കിൽ ഈ സൗകര്യത്തിലൊന്നും വെക്കാൻ പാടില്ല. ഞാനിത് ട്രയലിന് വേണ്ടി മാത്രമാണ് പ്രോജക്റ്റൊക്കെ ഉപയോഗിച്ചത്. അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ ഇവിടെ ക്ലാമ്പൊക്കെ കാണാം. എനിക്ക് അതിനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ക്ലാമ്പൊക്കെ വെച്ച് നമുക്ക് ഇവിടെ മുകളിലേക്ക് മാറ്റിക്കളയാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇനി തടസ്സില്ല. അപ്പോൾ സാർക്ക് പുറകിലിരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരാളെ ഇരുത്തിയിട്ട് മാറ്റാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതപ്പോൾ എനിക്ക് ദുഃഖമായി. കാരണം ആ ലൈറ്റായിരുന്നു മുഖത്തടിക്കല്ലേ. അപ്പോൾ പിന്നെ അത് കാണാൻ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ചാൽ പുള്ളി മാറിയിരുന്നാലും നമുക്കൊരു ഡിസ്റ്റൻസ് ആവും അല്ലേ. അപ്പോൾ അതൊക്കെ പരിഹരിക്കും. ആ സാധനമൊക്കെ മാറും. എന്തായാലും മുരളീധർ കൊല്ലം സാറ് ഇവിടെ ഈ ബുക്ക് പ്രകാശനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് തെക്കിതിൽ സാറാണ്. വായന കൊണ്ട് എല്ലാവർക്കും ഇന്നോളം കേരളത്തിലെ മൊത്തം അകത്തും പുറത്തും എല്ലാവർക്കും സുപരിചിതനായ അദ്ദേഹമാണ്. ഒരു ജാടകളും ഇല്ലാതെ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും എത്തും. ഒരുപാട് തിരക്കുണ്ട് കേരളത്തിൽ ഇങ്ങോളം